Hello, Assalamu alaikum and welcome back to yet another brand new episode of Being Lu. So guys, ഇന്നത്തെ എൻ്റെ ഫേസ് കണ്ടാൽ അറിയാം ഞാനിപ്പോൾ ഉറങ്ങി നീറ്റ് വന്നിട്ടുള്ളതാണ്. റമദാനൊക്കെ ആയതുകൊണ്ട് എണീക്കാൻ നല്ല ലേറ്റ് ആവും, ഒരു 11 മണി ആ സമയമൊക്കെ ആവും. യൂഷ്വലി ഞാനിത് ചെയ്യാറുള്ളത് ഒരു 7:30-8 മണി ആ സമയത്താണ്. നമ്മുടെ മോർണിംഗ് റുട്ടീനാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അത് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്, കാരണം ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെ സ്പെസിഫിക് ആയിട്ട് കാണിച്ചു തരുമെന്ന് വെച്ചിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. സോ വൈ നോട്ട്, ഇന്ന് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. സോ സിമ്പിൾ മോർണിംഗ് സ്കിൻ കെയർ ആണ്, അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ് ഒക്കെ തന്നെയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് റോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ളതുകൊണ്ട് ഞാനൊരു റോ ലുക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതാണ് ഇന്നൊരു ഡിഫറെന്റ് ലുക്ക് കേട്ടോ, കാരണം എനിക്ക് മാറ്റാനൊക്കെ ഭയങ്കര മടി. കഴിഞ്ഞിട്ട് എന്തായാലും എനിക്ക് ഷോർട്സും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ട്. സോ എന്തായാലും അതിന് വേണ്ടി റെഡി ആവണം. സോ ആയിത്തോടെ ഇപ്പം എനിക്ക് എന്റെ നൈറ്റി ലുക്കിലൊക്കെ കാണിച്ചു തരാതെ ആരും അത് ബൈറ്റ് ചെയ്യേണ്ട, എല്ലാവരും ഇഗ്നോർ ചെയ്യുക. സോ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അധികം പറഞ്ഞ് ലാഗ് എടുപ്പിക്കുന്നില്ല ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. ഗൈസ്, സാധാരണ ഞാൻ റൂമിലിരുന്ന് വ്ലോഗ് എടുക്കുമ്പോൾ ഞാൻ AC ഇട്ടിട്ടാണ് വ്ലോഗ് എടുക്കാറുള്ളത്. പക്ഷെ ഞാൻ ഇന്ന് എന്തോ ഒരു കാര്യം ചെയ്ത് തിരിഞ്ഞപ്പോഴത്തേനും ACന്റെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ വെള്ളം ഇറ്റുന്നത്. അപ്പം ഇപ്പൊ എനിക്ക് AC ഇടാനും വയ്യ, ഞാൻ ഫാൻ ഇട്ടാ ഭയങ്കര സൗണ്ടും വയ്ക്കാനും അതിനെക്കൊണ്ട് എനിക്ക് നല്ല ചൂടത്തിരുന്നിട്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലോണം വേർക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യം തന്നെ ഞാൻ ചെയ്യാറുള്ളത് എൻ്റെ ഫേസ് ക്ലെൻസിങ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നൈറ്റ് ടൈമിൽ ഒരുപാട് സ്കിൻ കെയർ ആക്റ്റീവ്സും ഒക്കെ ഇട്ട് കിടക്കുന്നതിനെ കൊണ്ട് തന്നെ രാവിലെ അതന്നെ വെച്ച് നമ്മൾ സണ്ണിനോട് എക്സ്പോസ് ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമായിക്കാരം സ്കിന്നിന്. അതിനെക്കൊണ്ട് നമ്മളെപ്പോഴും ഫേസ് നല്ലോണം വാഷ് ചെയ്തിട്ട് തന്നെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. പിന്നെ ഞാൻ ചെയ്യുന്നൊരു അടുത്ത പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആലിയ ഭട്ടിന്റെ സ്കിൻ കെയർ റുട്ടീൻ കണ്ടിട്ടില്ലേ, കുറെ ഐസ് ക്യൂബ്സ് ഇട്ടുള്ള വെള്ളത്തിൽ നമ്മൾ ഫേസ് ഒന്ന് ഡിപ്പ് ചെയ്യും. നല്ലതാണ്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതിനൊക്കെ വേണ്ടിയിട്ട് നല്ലതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ എടുത്ത ഐസ് ഒക്കെ ഇതില് എല്ലാം കൂടെ ഇതായിട്ട്, കാരണം ACCന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. അപ്പൊ ഞാൻ എടുത്തു വെച്ചപ്പോഴത്തേനും അതൊക്കെ റെഡി ആയിട്ടുണ്ട്, മൈൻഡ് ചെയ്യണ്ട. അപ്പൊ നമുക്ക് എന്തായാലും സംഭവം തണുപ്പുണ്ട് കേട്ടോ, നമുക്ക് എന്തായാലും ഒന്ന് ഡിപ്പ് ചെയ്യാം. നല്ല സുഖമാണ് കേട്ടോ, ഭയങ്കര റിഫ്രഷിങ് ഫീലാണ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. ആ 3 പ്രാവശ്യമൊക്കെ മുക്കിയാൽ മതി, ഓവർ ആക്കണ്ട. സംഭവം ഐസൊക്കെ പോയിട്ടുണ്ട്, കുറച്ച് തണുപ്പേ ഉള്ളൂ. ശരിക്കും ഐസ് നല്ലോണം ഉള്ള വെള്ളത്തിൽ നിൽക്കുമ്പോൾ ശരിക്കും നമ്മൾ ചോക്കും. ഇപ്പൊ തന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചോന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ സംഗതി. നമ്മള് ഫേസ് നന്നായിട്ട് പ്ലംപി ആൻഡ് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടി നല്ല അടിപൊളിയാവും നമ്മൾ അങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്യുമ്പോൾ. അത് മാത്രമല്ല, നമ്മുടെ മുഖത്തുള്ള ഉറക്കക്ഷീണം, അതുപോലെ തന്നെ പഫിനെസ്, എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ രാവിലെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് മൊത്തത്തിൽ വെള്ളം പാത്രത്തിൽ എടുത്തൊക്കെ ചെയ്യാനുള്ള ടൈം രാവിലെ വർക്കിനൊന്നും പോകുമ്പോൾ എനിക്ക് ഉണ്ടാവാറില്ല. ലൈക്ക് രാവിലെ 3 മണി 2 മണി 4 മണി ടൈമിലൊക്കെയാണ് എനിക്ക് വർക്ക് ഉണ്ടാവാറുള്ളത്. അപ്പൊ ആ സമയത്തൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ഐസ് റോളേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഇതിൽ ആദ്യം ഞാൻ വെള്ളം എടുത്ത് വെക്കും, എന്നിട്ട് അത് ജസ്റ്റ് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് അടിയിലുള്ള പഫിനെസ്സും ആ ഒരു നമ്മൾ ഐസ് വാട്ടറിൽ മുക്കുന്ന അതേപോലെ തന്നെയുള്ള എഫക്റ്റ് നമുക്ക് ഇങ്ങനെ ചെയ്താലും കിട്ടും കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇത് രണ്ടുമാണ് ഞാൻ എപ്പോഴും ഓപ്റ്റ് ചെയ്യാറുള്ളത് ടൈമിനനുസരിച്ച്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷിനെ പറ്റി പറയാൻ മറന്നുപോയി. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫേസ് വാഷാണ്, വിച്ച് ഇസ് ഹിമാലയയുടെ നീം പ്യൂരിഫയിങ് ഫേസ് വാഷാണ്. ഇത് കുറേ കൊല്ലങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത് ഈ ഒരു ഫേസ് വാഷ് തന്നെയാണ് കേട്ടോ. എൻ്റെ ഒരു ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫേസ് വാഷ് ഇങ്ങനെ മാറ്റി കളിക്കുന്നതിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം ചിലപ്പോൾ എനിക്ക് ആക്നെ ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം കുറേ ആയിട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നത് ഈ ഒരു ഫേസ് വാഷാണ്. പിന്നെ പണ്ട് മുതലേ ഞാൻ ആക്നെ ഉള്ള ഒരാളായിരുന്നു കേട്ടോ. അപ്പം ഇത് യൂസ് ചെയ്ത് റെഗുലർ ആയതിനു ശേഷമാണ് എനിക്ക് കുറേയൊക്കെ എൻ്റെ ഫേസിൽ നല്ല ചേഞ്ചസ് ഉള്ള പോലെ ഫീൽ ചെയ്തത്. സോ നമുക്കൊരു പ്രൊഡക്റ്റിൽ കുറച്ച് ട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു പ്രൊഡക്റ്റാണ് എനിക്കത്. സോ അത് ഞാൻ എന്താ പറയുക, വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് വലിയ ബോട്ടിലായിട്ട് തന്നെ മേടിക്കും, കുറേ കാലത്തിന് ഉണ്ടാവും. സോ അതാണ് എൻ്റെ ഫേസ് വാഷ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ ക്ലെൻസർ ടോണറാണ് ഇനി അടുത്ത പരിപാടി. ടോണറിൽ ഞാൻ എപ്പോഴും വൈറ്റമിൻ C ഉള്ള ടോണറാണ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാറുള്ളത്. കാരണം നമ്മൾ ഡേ ടൈമിലൊക്കെ ടോണേഴ്സ് യൂസ് ചെയ്യുമ്പം ഒന്നും കൂടെ സണ്ണിന് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന സമയമല്ലേ. അപ്പം വൈറ്റമിൻ C കണ്ടന്റ് എപ്പോഴും ഉള്ളത് നല്ലതാണ്. പ്ലമ്മിന്റെ വൈറ്റമിൻ C ഗ്ലോ ബൂസ്റ്റർ ടോണറാണ്. ഇത് ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കിതൊന്ന് അടിക്കാം. ഇത് സ്പ്രേയിങ് മെത്തേഡാണ്.
അപ്പോൾ നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു, ടോണിങ് കഴിഞ്ഞു. ഇനി അടുത്തത് എസൻസ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ സ്നെയിൽ മ്യൂസിൻ എസൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആഫ്റ്റർ ടോണിങ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ടോണിങ് അടിച്ചാൻ പാടുള്ളതാണ്. അതൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്തിട്ട് നമുക്ക് വേഗം നമ്മുടെ സ്നെയിൽ മ്യൂസിൻ യൂസ് ചെയ്യാം. അപ്പോൾ ഈ സ്നെയിൽ മ്യൂസിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, തീരാറായി ഗൈസ്. ഇതെന്റെ സെക്കൻഡ് ബോട്ടിലാണ്, ഇതും കഴിയാറായി. ഞാൻ ഇത് എങ്ങനെ ഇത്രമാത്രം യൂസ് ചെയ്ത് തീരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നല്ല എക്സ്പെൻസീവ് ആണ് സാധനം. പക്ഷെ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റൂല. അങ്ങനെ എൻ്റെ ഒരു വെരി ഫേവറേറ്റ് സ്കിൻ കെയർ പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാൻ അടുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല, അപ്പോഴത്തേന് ഇത് തീരും. എൻ്റെത് യൂഷ്വലി ഒരു ഡ്രൈ ടു കോമ്പിനേഷൻ അങ്ങനെ ഒരു സ്കിൻ ടൈപ്പാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു എപ്പോഴും ആ ഫേസ് ഹൈഡ്രേറ്റിംഗ് ആയിട്ടും പ്ലംബി ആയിട്ടും നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. മാത്രമല്ല എൻ്റെ ബ്രൈഡ്സിനൊക്കെ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ സ്കിൻ പ്രെപ്പ് ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന ഒരു സംഗതിയും കൂടിയാണ് ഈ ഒരു സ്നെയിൽ മ്യൂസിൻ എന്ന് പറയുന്നത്. അതാകുമ്പോൾ നമ്മുടെ ഒരു ഡ്യൂയി ഫിനിഷിനും അതുപോലെ തന്നെ ഒരു പ്ലംബി ലുക്കിനും ഒക്കെ അടിപൊളി സാധനമാണ്. നമുക്ക് എന്തായാലും ഇത് അപ്ലൈ ചെയ്യാം. കുറച്ച് മതി കേട്ടോ. ഇങ്ങനെ എടുക്കുക, ജസ്റ്റ് ഒരു 2 ഡ്രോപ്പ് എടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പാറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെല്ലാ പ്രോഡക്ട്സും പാറ്റ് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ റബ്ബ് ചെയ്യരുത്. അത് മൊത്തത്തിൽ കൈ പോരുകയാണ് ചെയ്യുക, അതൊന്നും സ്കിന്നിൽ നിൽക്കില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് പാറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാൻ കുറച്ച് ടൈം കൊടുക്കുക കേട്ടോ. അത്രേ ചെയ്യുകൊണ്ടുള്ളൂ. നമ്മുടെ മ്യൂസിൻ ആപ്ലിക്കേഷനും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എസെൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിറമാണ്. അപ്പൊ ഞാൻ ഡെയിലി മോർണിംഗ് യൂസ് ചെയ്യുന്ന സിറം എന്ന് പറയുന്നത് ഫോക്സ്ടെയിലിന്റെ ഈ ഒരു ബ്രൈറ്റനിങ് വൈറ്റമിൻ സി സീറം ആണ് കേട്ടോ. അടിപൊളി പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ഈ വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നത് നമ്മളെ ഡൾ സ്കിൻ മാറ്റാനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഈവൺ ആക്കാനും പിന്നെ സൺ എക്സ്പോഷർ കൂടുതലുള്ള സമയത്താണ് നമ്മൾ വൈറ്റമിൻ സി യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇതൊരു കുറച്ച് പമ്പ് എടുക്കുക. ഇത്രയൊക്കെ മതിയാവും. ഓക്കെ, സംഭവം നല്ല തിക്കായിട്ടുള്ള ഒരു സാധനമാണ്, പക്ഷെ അടിപൊളിയാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് പോയിക്കോളും. ഇത് ശരിക്കും നമ്മൾ 5 മിനിറ്റിൽ തീർക്കേണ്ട പരിപാടിയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് ഇത് എലാബറേറ്റ് ആയി പറയണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത്. വൈറ്റമിൻ സി ഇട്ടാൽ തന്നെ നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ ഒക്കെ വരും കേട്ടോ. സിറം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു പരിപാടിയാണ് മോയ്സ്ചറൈസർ. സോ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഇതാണ്. പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ആണ്. ഒരു ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ ആണ് ഇത്. നമുക്ക് പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവർക്ക് അടിപൊളിയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ്. അഫോർഡബിളും ആണ്, നല്ലതുമാണ്. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. സോ ഇത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യണം എന്നുള്ള ബോധം നമുക്ക് വരുന്നത് എനിക്ക് വന്നത് ഒരു 2 ഇയേഴ്സ് ബാക്ക് ആണ്. അപ്പൊ ഞാൻ ഈ 2 ഇയേഴ്സിനെ കൊണ്ട് ശ്രദ്ധിച്ച കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരുന്നതും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. സോ അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ആക്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ള ആളായിരുന്നു കേട്ടോ. അപ്പൊ അതിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ ആയിട്ടുണ്ട്. സോ ഐ ട്രസ്റ്റ് മൈ സ്കിൻ കെയർ റുട്ടീൻ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ ഈ പ്രൊഡക്റ്റ് ഒന്നും എനിക്ക് ഒരു രീതിയിലും ബാഡ് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സോ എനിക്ക് എന്തായാലും ഞാൻ ഫോളോ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. എൻ്റെ സ്കിന്നിന് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു റുട്ടീനും കൂടിയാണ്. പക്ഷെ നിങ്ങളതും അതുപോലെയുള്ള സ്കിൻ ആവണമെന്നോ അല്ലെങ്കിൽ ഇതന്നെ വർക്ക് ആയിക്കൊള്ളണമെന്നോ, ചിലപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഞാൻ ഈ സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്ട്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാനൊക്കെ ചാൻസ് ഉണ്ട്. സോ നിങ്ങളുടെ സ്കിന്നിന് എന്താണോ വർക്ക് ചെയ്യുക ബെസ്റ്റ് ആയിട്ട് എന്നുള്ളത് നോക്കി തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. ഇതിപ്പോ എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കാണുമെന്ന് പറഞ്ഞതുകൊണ്ട് കാണിച്ചു തരാണ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പിലേക്ക് പോവാം, വിച്ച് ഇസ് സൺസ്ക്രീൻ. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്നെങ്കിൽ ഡോട്ട് ആൻഡ് കീ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോക്സ്ടെയിലിന്റെ ഈ ഒരു സൺസ്ക്രീൻ ആണ്.
അപ്പം ഇത് ഞാൻ യൂഷ്വലി വീട്ടിലിരിക്കുമ്പം ഈ ഒരു സൺസ്ക്രീൻ ആണ്, കാരണം ഇത് SPF 50 ആണ്. അത്യാവശ്യം പ്രൊട്ടക്ഷൻ വേണ്ട സൺസ്ക്രീൻ അത് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പം ഭയങ്കര ചൂടല്ലേ, അപ്പം ഈ ഒരു സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യാറുള്ളത്. ബിക്കോസ് SPF 70 ഉണ്ട്, PA4+ ഉണ്ട്. അതുകൊണ്ട് ഒന്നും കൂടെ പ്രൊട്ടക്ഷൻ അതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമുക്ക് എന്തായാലും ഇപ്പോൾ വീടിൻ്റെ അകത്ത് നമുക്കൊരു മൈൽഡ് സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മതി. സോ ഐ എം യൂസിങ് .NKന്റെ സൺസ്ക്രീൻ. അത് നമുക്ക് ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്രോഡക്റ്റ് തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ട് 2 ഫിംഗർ റൂൾ 3 ഫിംഗർ റൂൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല. നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മൾ സൺസ്ക്രീനും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ലിപ് ബാം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതും ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ലിപ് ബാം ആണ്. ലനീഷിന്റെ ലിപ് ബാം ആണ് കേട്ടോ. കുറച്ചെടുക്കുക, അപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ മോർണിംഗിലത്തേത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു വെരി ബേസിക് റുട്ടീൻ. എനിക്ക് തോന്നുന്നു കുറേ അഫോർഡബിൾ പ്രോഡക്ട്സ് ആണ്, ഭയങ്കര റേഞ്ചിലുള്ള പ്രോഡക്ട്സ്. ഇപ്പം ഞാൻ നോക്കിയിട്ട് കോസാറെക്സിന്റെ ആ ഒരു സ്നെയിൽ മ്യൂസിൻ എസൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ് തന്നെയാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റും കൂടി ഉണ്ട്. ഇപ്പൊ നോമ്പായതുകൊണ്ട് നമുക്കത് എടുക്കാൻ വയ്യ, വിച്ച് ഈസ് ഈ ഷീക്ക് ന്യൂട്രിക്സിന്റെ ഈ ഒരു ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ്സ് ആണ്. ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇൻ സ്കിൻ കെയർ റുട്ടീൻ. അതായത് നമ്മളിപ്പോൾ എക്സ്റ്റേർണലി മാത്രം എടുത്താൽ പോരാ, ഇന്റേർണലും കുറച്ച് സപ്ലിമെന്റ്സ് എടുക്കണം എന്നുള്ളതിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന സംഗതിയാണ് ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത്. എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളത് ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും എൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അപ്പം ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട് നമുക്കിത് കുടിക്കാൻ വയ്യ. ഇതൊരു ടാബാണ് വരിക, വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ടാബ്ലറ്റ് ഫോം. ഓക്കെ, ഈ ഒരു ടാബ്ലറ്റ് ഫോമിലാണ്. ഇതെങ്ങനെ കഴിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ടാബ്ലറ്റ് ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ ഇടുക, എന്നിട്ട് അത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയതിനു ശേഷം നമ്മൾ ആ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്ത് കുടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ആഫ്റ്റർ എനി മീൽ ഒരു ടാബ്ലറ്റ് പെർ ഡേ എന്നുള്ള കണക്കിൽ നമ്മൾ എടുക്കാം. അപ്പൊ എൻ്റെ ഈ ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ സംഭവം ഞാൻ കുറേ ആയി നിങ്ങൾക്ക് കാണിച്ചിരണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ രാവിലെ നീറ്റ് വരുമ്പോഴുള്ള മടി കാരണം അങ്ങനെ സ്കിപ്പായി പോണതാണ്. സോ അതുകൊണ്ട് വെരി സോറി. അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല രാവിലെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സോ അല്ലെങ്കിൽ ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്തായാലും അറിയിക്കുക, ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ വേറൊരു വീഡിയോ വരേക്കും അസ്സലാമ. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. Until then, I'll see you soon all in the other videos. Stay tuned. Bye bye. I love you all.